പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ നേരിട്ട് കടന്നാക്രമിക്കുക, ഇന്നതേ ചെയ്തുകൂടൂ എന്നുള്ള യാതൊരു ഫാസിസ്റ്റ് സമീപനങ്ങളും നടപടികളും കൈക്കൊള്ളാതെ തന്നെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ സുപ്രീം കോടതിയെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം നരേന്ദ്രമോദിക്ക് പ്രയാസമുണ്ടാക്കാത്ത വിധിയെ സുപ്രീം കോടതി പറയുന്നു. ഉത്തരവാദിത്വബോധത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധി സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അവർക്ക് അപമാനകരമാണ്. ഇത്ര ഞാൻ പറയുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് സുപ്രീം കോടതിയെ ബേബി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കണമെങ്കിൽ എടുക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയാം. അപ്പൊ നമുക്കിത് അവിടെ പോയി പറയാമല്ലോ, സുപ്രീം കോടതി കൂടെ പോയി ഇത് പറയാമല്ലോ. ഇപ്പൊ പുറത്ത് നിന്ന് മൈക്ക് വെച്ചിട്ട് പറയേണ്ടി വരും, അവിടെ പോയി പറയാം. അതായത് എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ എന്നുള്ളതൊന്ന് പരിശോധിക്കട്ടെ. ഈ വിദേശ ഏജൻസി ഉണ്ട് ഹൈഡൻബർഗ്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ അന്വേഷിക്കാം. വാദി പ്രതിയാവുക, നാണമില്ലേ സുപ്രീം കോടതി നിങ്ങൾക്ക്? അങ്ങനെ ചോദിക്കേണ്ടി വരും. ഇടയ്ക്ക് ചില കേസുകളിൽ ഞങ്ങൾ നിഷ്പക്ഷരാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ചില വിധികൾ പുറപ്പെടുവിക്കും. മോഡിക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിഷയങ്ങൾ കേസുകൾ.